പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്യേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ഈശോയുടെ തിരുവചനം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങയുടെ പരിത്യക്ത ഗണങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ശുശ്രൂഷിച്ച വിശുദ്ധ മദർ തെരേസായുടെ നാമധേയത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഈ ഭവനത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയെ ശുശ്രൂഷിക്കുവാൻ ഈ ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അങ്ങയുടെ ഉപരിമഹത്വത്തിനും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും അനേകം പാപികളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ഈ ഭവനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കൊച്ചുമക്കളിൽ അങ്ങയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യാനുള്ള വലിയ കൃപയും ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും നിരതിരക്കുമാരന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, രോഗികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, വിശുദ്ധ മദർ തെരേസായെ, തിരുകുടുംബമേ, തമിഴ്നാട്ടിലെ വ്യാവസായിക നഗരമായ തിരുപ്പൂരിനടുത്ത് വഞ്ചിപ്പാളയം എന്ന ഗ്രാമത്തിൽ അഗതികളുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസായുടെ നാമധേയത്തിൽ സ്ഥാപിതമായ അഗതി മന്ദിരമാണ് മദർ തെരേസ പീസ് ഹോം. രാമനാഥപുരം രൂപതയിലെ തിരുപ്പൂർ മൗണ്ട് കാർമൽ ഇടവകയിലാണ് രൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപീകൃതമായ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. തിരുപ്പൂർ മദർ തെരേസ പീസ് ഹോം രൂപതയുടെ ജീവികാരുണ്യ രംഗത്തുള്ള ആദ്യത്തെ സംരംഭമാണ്. കരുണയുടെ വിശുദ്ധ വത്സരത്തിൽ അഗതികളുടെ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന മദർ തെരേസായുടെ പേരിൽ ജീവികാരുണ്യപരമായിട്ട് എന്തെങ്കിലും രൂപതയിലുണ്ടാകണമെന്ന് അൽമായരും വൈദികരും സന്യസ്തരും ഒരുപോലെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ ആ വർഷം അത് ആരംഭിച്ചത്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തിരുപ്പൂർ ഇടവകയിലെ ഏതാനും പേരുടെ പരിശ്രമഫലമായിട്ട് കിട്ടിയ ഭൂമിയിൽ ഇങ്ങനൊരു സംരംഭം ആരംഭിക്കാനാണ് രൂപത തീരുമാനിച്ചത്. അത് ഗവൺമെൻറ്റിൽ നിന്നും മറ്റു തരത്തിലുള്ള ഏജൻസികളിൽ നിന്നൊന്നും സഹായം ലഭിക്കാതെ തന്നെ തിരുപ്പൂർ ഇടവക്കാരുടെ സംരംഭമായിട്ട് തുടങ്ങി അവരുടെ സൗഹൃദങ്ങളും അവരുടെ ബന്ധങ്ങളും ഉപയോഗപ്പെടുത്തി നാനാജാതി മതസ്ഥർ സഹായിക്കുന്ന ഒരു സംരംഭമാണ്. മദർ തെരേസ പീസ് ഹോം എനിക്ക് തോന്നുന്നത് രൂപതയിലെ പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും ഒരുപോലെ വന്ന് കയറാവുന്ന, സന്ദർശിച്ച് ശുശ്രൂഷ ചെയ്യാവുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് പേര് അപേക്ഷകൾ വെച്ചിട്ടുണ്ടെങ്കിലും സ്ഥലപരിമിതി മൂലം നമുക്കെല്ലാവർക്കും അഡ്മിഷൻ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതുവരെ 16 കുട്ടികളാണ് അവിടെ അഭയം തേടി വന്നിട്ടുള്ളത്. തൃശ്ശൂർ സ്ഥാപിതമായിട്ടുള്ള കുണ്ടുകുളം പിതാവ് സ്ഥാപിച്ച നിർമ്മലദാസ് സന്യാസ സമൂഹത്തിലെ 3 സിസ്റ്റേഴ്സ് അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. 2 വൈദികർ, ഒരു റീജൻ ബ്രദർ. അതുപോലെ തന്നെ രാമനാഥപുരം രൂപതയിലെ പല ഇടവകളിൽ നിന്നുള്ള 4 പേര് വീതമുള്ള ഓരോ ഗ്രൂപ്പ് ഓരോ ദിവസവും വന്ന് അവർ കുട്ടികളെ ഒരു പൈസ പോലും പറ്റാതെ വളരെ താല്പര്യത്തോടു കൂടി സൗജന്യമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കത്തോലിക്ക സഭയ്ക്ക് ഈ രൂപതയ്ക്ക് നാടിന് കൊടുക്കാവുന്ന വലിയൊരു ജീവികാരുണ്യ ശുശ്രൂഷയായിട്ടാണ് മദർ തെരേസ പീസ് ഹോമിനെ ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാവരും അതിനെ കാണുന്നതും ആ രീതി തന്നെയാണ്. കരുണയുടെ വിശുദ്ധ വത്സരത്തിൽ ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിനമായ ഫെബ്രുവരി 11-ാം തീയതിയാണ് തമ്പുരാൻ കയ്യൊപ്പ് ചാർത്തിയ ഈ ഭവനത്തിന്റെ ആരംഭം. തിരുപ്പൂർ ഇടവകയിലെ നല്ലവരായ മനുഷ്യരുടെ
അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ കാരുണ്യഭവനം രൂപീകൃതമായത്. മദർ തെരേസ പീസ് ഹോമിൻ്റെ ആരംഭം എന്ന് പറയുന്നത് അത് വളരെ അപ്രതീക്ഷിതമായ ഒരാരംഭമായിരുന്നു. ഒരുപാട് ഒരുക്കങ്ങൾക്ക് ശേഷം ഒന്നല്ല അത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം, ഈ മദർ തെരേസ പീസ് ഹോമിന് വേണ്ടിയിട്ടല്ല, ഒരു 2 ഏക്കർ സ്ഥലം ബഹുമാനപ്പെട്ട ഷാജി പണ്ടാരപ്പറമ്പലച്ചൻ്റെ നേതൃത്വത്തിൽ രാമനാഥപുരം രൂപതയ്ക്ക് കൈമാറുകയുണ്ടായി. പക്ഷേ സാമ്പത്തിക പരാധീനത കൊണ്ട് രൂപതയ്ക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. അത് പണയം വെച്ച് കുറച്ച് പൈസ മേടിച്ചു എന്നല്ലാതെ അവിടെ ഒന്നും ചെയ്യാനായിട്ട് രൂപതയ്ക്ക് സാധിച്ചിരുന്നില്ല. 2014 മെയ് മാസത്തിൽ ഒരു യാത്രയുടെ ഇടയ്ക്കാണ് ഇങ്ങനൊരു ആശയം യാത്രാമധ്യേ ഞങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. രൂപത അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമോ അതുപോലുള്ള എന്തെങ്കിലും ഒരു സ്ഥാപനം ഞങ്ങളൊക്കെ ആരംഭിക്കാമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പിന്നീട് രൂപതയിൽ അതിനെക്കുറിച്ച് ചർച്ച നടന്നു. രൂപത അധികാരികൾ അതിന് അനുവാദം തന്നു. അനുവാദം തന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എങ്ങനെ അത് ആരംഭിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചത്. അപ്പോൾ മനസ്സിൽ ഒരു വലിയ ഒരു ചിന്ത വന്നു. ഓൾഡ് ഏജ് ഹോമിനേക്കാൾ അർത്ഥവത്തായ എന്തെങ്കിലും നമുക്ക് ആരംഭിക്കണം. അതൊരു സുവിശേഷ സാക്ഷ്യമായിട്ട് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥാപനമാവണമെന്ന്. അങ്ങനെയാണ് ഈ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം എന്ന ഒരാശയം രൂപപ്പെടുന്നത്. അതിൻ്റെ പേരൊക്കെ നിർദ്ദേശിക്കുന്നത് അഭിമന്യ പിതാവ് തന്നെയാണ്. 2014 ഏപ്രിൽ 11 തീയതിയാണ് അതിൻ്റെ കല്ലിടൽ കർമ്മമൊക്കെ നടക്കുന്നത്. ഞങ്ങളെ അതിശയിപ്പിച്ച ഒരു കാര്യം, ഞങ്ങൾ തുടങ്ങുന്ന ഈ കാര്യം തമ്പുരാൻ കയ്യൊപ്പ് ചാർത്തി എന്നുള്ള ഒരു വലിയ വിശ്വാസം ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം 2014 ഞങ്ങൾ ഇതിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ 2015 പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കാരുണ്യവർഷമായിട്ട് പ്രഖ്യാപിച്ചു. അത് ഞങ്ങളെ വല്ലാതെ അതിശയിപ്പിച്ചു. മാത്രമല്ല, ഈ കാരുണ്യഭവനത്തിന് ഞങ്ങൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് മദർ തെരേസ പീസ് ഹോം എന്നാണെങ്കിൽ 2015 സെപ്റ്റംബർ മാസത്തിൽ മദർ തെരേസയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് ദൈവം തമ്പുരാൻ തന്ന ഒരു കയ്യൊപ്പായിട്ട് ഞങ്ങളതിനെ കണക്കാക്കുകയും അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് വല്ലാത്ത ഒരു ഊർജം പകരുകയൊക്കെ ചെയ്തു. ഈ മദർ തെരേസ പീസ് ഹോം ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ ഒരു ചിന്ത തമ്പുരാൻ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ടും അത് കാരുണ്യത്തിൻ്റെ ഒരു ഭവനമായിരിക്കണം എന്നുള്ളത്. അതിൻ്റെ തുടക്കം തൊട്ട് തന്നെ ആ ഒരു ചിന്ത വളരെ പ്രബലമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ തമ്പുരാൻ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിരിക്കണം, തീർത്തും പാവപ്പെട്ടവരുടേത് മാത്രമായിരിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഘട്ടത്തിലും മറ്റൊരു ചിന്തയും ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ തമിഴ്നാട് ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളുള്ള ഒരു മണ്ണാണ്. പക്ഷേ ക്രൈസ്തവ സാക്ഷ്യം എത്രമാത്രം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇനിയും നമുക്ക് ചിന്തിക്കേണ്ടതൊക്കെ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ തുടങ്ങുന്ന ഒരു ഭവനം കൃത്യമായിട്ടും വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് സുവിശേഷം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭവനമാകണമെന്നുള്ളത്. നമ്മൾ 3 കാര്യങ്ങളാണ് ഇത് ആരംഭിക്കുമ്പോൾ നമ്മൾ മാനദണ്ഡമായിട്ട് കുട്ടികളെ എടുക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. 1, തീർത്തും ബെഡ് റിഡൻ ആയിട്ടുള്ള കിടപ്പായിട്ടുള്ള കുട്ടികളായിരിക്കണം. 2, വീട്ടിൽ അവരെ പരിപാലിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്ത ഭവനമായിരിക്കണം. 3, സാമ്പത്തികമായിട്ട് തീർത്തും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അതായത് സാമ്പത്തികമായ ഒരു സപ്പോർട്ടും ആ കുഞ്ഞുങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഈ ഭവനത്തിൻ്റെ ഈ വളർച്ചയുടെ ഈ ഘട്ടത്തിൽ എനിക്ക് ഏറ്റവും നന്ദിയോടുകൂടി പറയാനായിട്ടുള്ളത് തിരുപ്പൂർ മൗണ്ട് കാർമൽ ഇടവകയെയാണ്. ഇങ്ങനൊരു ആശയം മനസ്സിൽ രൂപപ്പെട്ടു, രൂപതയോട് പറഞ്ഞു, രൂപത അതിന് അനുവാദം തന്നു. എനിക്ക് ഏറ്റവും ധൈര്യം തന്നതും എന്നെ സപ്പോർട്ട് ചെയ്തതും എനിക്ക് ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും എനിക്ക് താങ്ങായിട്ട് ഓടി വന്നതും തിരുപ്പൂരത്തെ കുറേ സഹോദരങ്ങൾ എന്നല്ല, തിരുപ്പൂർ ഇടവക മുഴുവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രത്യേകമായിട്ട് മിൽട്ടൺ ജോൺ എന്ന് പറയുന്നൊരു ചേട്ടൻ, മാത്യു ജോസഫ് എന്ന് പറയുന്നൊരു ചേട്ടൻ, ജോജു ഒക്കെ, ഇങ്ങനെയുള്ള കുറേ വ്യക്തികൾ എന്നെ വളരെയേറെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സ്ഥാപനം ആരംഭിക്കാനായിട്ട് എനിക്ക് സാധിച്ചത്.
പ്രവൃത്തികൾ കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന ഒരിടമാണിത്. തീർത്തും പാവപ്പെട്ടവരുടെ മക്കൾക്കാണ് ഇവിടെ അഭയം നൽകുന്നത്. പരസഹായം കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത ഈ മക്കളുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഇവർ ഭംഗിയായി നിറവേറ്റുന്നു. തികച്ചും ശയ്യാവലംബരായ 16ഓളം കുട്ടികളെയാണ് ഇന്നിവർ ഈശോയുടെ തിരുമുഖം കണ്ട് പരിചരിക്കുന്നത്. തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായിക നഗരമാണ് തിരുപ്പൂർ. ഈ തിരുപ്പൂർ നഗരത്തിൻ്റെ ഭാഗമായ അവിനാശിക്കും മംഗളത്തിനുമിടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് വഞ്ചിപ്പാളയം. ഈ വഞ്ചിപ്പാളയത്തിൽ 2015 സ്ഥാപിതമായ ഒരു കൊച്ചു ഭവനമാണ് മദർ തെരേസ പീസ് ഹോം. ഈ മദർ തെരേസ പീസ് ഹോം സ്ഥാപിതമായിരിക്കുന്നത് കിടപ്പ് രോഗികളായ കുട്ടികളെ ശുശ്രൂഷ ചെയ്യുവാനായിട്ടാണ്. ഇന്ന് തമിഴ്നാടിൻ്റെ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പഠനപ്രകാരം ഓരോ നഗരത്തിലും 1000-ന് മേലെ കിടപ്പ് രോഗികളുണ്ട് എന്ന വസ്തുത നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുന്ന ഒന്നാണ്. ഈ ഭവനം സ്ഥാപിതമായത് ഫെബ്രുവരി 11 അതായത് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനമാണ് എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. ഇന്ന് ഈ ഭവനത്തിൽ 16 കുട്ടികളുണ്ട്. അവർക്ക് സേവനം ചെയ്യുവാനായിട്ട് നിർമ്മലദാസ സഭയിൽ നിന്നും 3 സിസ്റ്റേഴ്സും അതുപോലെ ആന്ധ്രയിൽ നിന്നും 2 കുട്ടികളും കോയമ്പത്തൂരിൽ നിന്നും ഒരു ചേച്ചിയുമുണ്ട്. കൂടാതെ ഈ കുട്ടികളെ ശുശ്രൂഷിക്കുവാനായിട്ട് രാമനാഥപുരം രൂപതയുടെ വ്യത്യസ്തമായ ഇടവകളിൽ നിന്നും ധാരാളം പേര് കടന്നു വരുന്നുണ്ട്. സഭയുടെ മുഖമുദ്രയായ സ്നേഹവും കരുണയും അനുഭവിക്കുവാനായിട്ട് ഈ കൊച്ചു ഭവനം നമ്മൾ സഹായിക്കുന്നു. ഈ ഭവനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള കുട്ടികൾ എല്ലാവരും അക്രൈസ്തവരാണ്. ഒത്തിരിയേറെ ആളുകൾ കുട്ടികളുമായിട്ട് ഈ ഭവനത്തിൽ വരുന്നുണ്ടെങ്കിലും ഒത്തിരിയേറെ പരിമിതികൾ മൂലം ഞങ്ങൾക്ക് കുട്ടികളെ എടുക്കുവാനായിട്ട് സാധിക്കാതെ വരുന്നു. സാധാരണ നല്ല മനുഷ്യരായ നിങ്ങളുടെ എവരുടെയും സാമ്പത്തിക സഹായം കൊണ്ടാണ് ഞങ്ങൾ ഈ ഭവനം മുന്നോട്ട് ഓടിക്കുന്നത്. ഗവൺമെൻറ് നിയമപ്രകാരം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ച് താമസിപ്പിക്കുവാനായിട്ട് ഒരു കെട്ടിടവും പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു ചെറിയ ചാപ്പലും സിസ്റ്റേഴ്സിന് താമസിക്കുവാനായിട്ട് ഒരു ഭവനവും അത്യന്താപേക്ഷിതമാണ്. ഇനി ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെവിടെയും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും ഞങ്ങൾക്ക് ആവശ്യമാണ്. മദർ തെരേസ പറയുന്നത് പോലെ നമ്മൾ ജീവിതത്തിൽ വളരേണ്ടത് ചെറിയ ചെറിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് മദർ തെരേസ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ അങ്ങേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തണമേ. ആ പ്രാർത്ഥനയാണ് മദർ തെരേസയെ ലോകത്തെ ഏറ്റവും വലിയ ഒരു വിശുദ്ധിയാക്കി തീർത്തത്. ആ ഒരു പ്രചോദനമാണ് ഞങ്ങളുടെ പ്രവൃത്തിയെയും ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങളും ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അതിലൂടെ ഞങ്ങൾക്കാകുന്ന രീതിയിൽ ഈ കിടപ്പ് രോഗികളായ കുട്ടികളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഈ യജ്ഞത്തിൽ സഹായിക്കുന്ന നിങ്ങളേവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയും അതോടൊപ്പം മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ ശുശ്രൂഷകളെ ചെയ്യുവാനായിട്ട് ആഗ്രഹമുണ്ട്. അതിനുള്ള ശക്തിയും പ്രചോദനവും സഹായവും നൽകി നിങ്ങളേവരെയും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തൃശൂർ രൂപതയിൽ കുണ്ടുകുളം പിതാവിനാൽ സ്ഥാപിതമായ നിർമ്മലദാസി സന്യാസിനി സമൂഹത്തിലെ 3 അംഗങ്ങൾ ഇവിടെ ഈ വൈദികർക്കൊപ്പം സേവനം ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ആരംഭം മുതൽ ഇന്നോളം ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മമാരായി തീരുവാൻ ഇവർക്ക് സാധിക്കുന്നു.
ദൈവസ്നേഹത്തിന്റെ അഗ്നിയിൽ ജ്വലിച്ച് ഈ കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളായി കണ്ട് ജീവിതം മുഴുവൻ കാഴ്ചവെക്കുകയാണിവർ. ഞാൻ സിസ്റ്റർ ഗ്രേസി. ഞങ്ങൾ നിർമ്മലദാസി സമൂഹത്തിലെ ഒരംഗമാണ് ഞാൻ. ഞങ്ങളിവിടെ 3 സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. മദർ തെരേസ പീസ് ഹോമിൻ്റെ ആരംഭം മുതൽ ഇപ്പോൾ 2.5 വർഷമായി ഞങ്ങളിവിടെ സേവനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ 16 പേരാണ് ഞങ്ങൾക്കുള്ളത്. അവരെ ഒരമ്മയുടെ സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുകയാണ് എല്ലാത്തിലും ദൈവത്തിൻ്റെ കൃപയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. ദിവ്യബലിക്ക് ശേഷം കുഞ്ഞുങ്ങൾക്ക് 8 മണിയോടുകൂടി ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കൊടുക്കും. അതിനുശേഷം കുളിപ്പിക്കൽ, ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അവർ സ്വസ്ഥമായി പാട്ടുകൾ, TV എല്ലാം അവർക്ക് സൗകര്യമായിട്ടുണ്ട്. അതിനുശേഷം 11:30-ക്ക് ഉച്ചഭക്ഷണം കൊടുക്കും. ഉച്ചഭക്ഷണത്തിന് ശേഷം അവർ കുറച്ച് സമയം റെസ്റ്റ്, ഉല്ലാസം പോലെ അവർ കുറച്ച് സമയമുണ്ട്. TV കാണലും പാട്ട് കേൾക്കലും എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പിന്നെ 3:30 കുട്ടികൾക്ക് കാപ്പി കൊടുക്കുന്നു. അതിനുശേഷം ഒരു 5:30 ആകുമ്പോഴത്തേക്കും വൈകുന്നേരത്തെ ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഈ ഓരോ ദിവസവും ദിനചര്യകൾ അങ്ങനെ പോകുന്നു. വൈകുന്നേരം രാത്രി 10 മണി 10:30 ആകാതെ കുഞ്ഞുങ്ങൾ ഉറങ്ങുകയില്ല. അല്ലെങ്കിൽ രാത്രി ആയാലും നമ്മൾ അവരുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഉണ്ടാവും. രാത്രി കുഞ്ഞുങ്ങൾ കരയുമ്പോൾ രാത്രി എഴുന്നേറ്റ് നോക്കാനും എന്താണ് അവർക്ക് എന്തിനാ കരയുന്നതെന്ന് നോക്കാനും മറ്റും ഞങ്ങൾ എഴുന്നേൽക്കാറുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും പാവപ്പെട്ട കുഞ്ഞുങ്ങളെയാണ് ഞങ്ങളിവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. അതായത് വീട്ടിൽ ശുശ്രൂഷയ്ക്കായി ആരുമില്ല. അമ്മമാർക്കും മറ്റും അവർക്ക് വേലയ്ക്ക് പോകാനായിട്ട് ഈ കുഞ്ഞുങ്ങളുള്ളത് കാരണം തടസ്സമുണ്ടാകുന്നു. അതുകൊണ്ട് കൂടുതലും ഏറ്റവും പാവപ്പെട്ടവരെയും ആണ് ഞങ്ങൾ എടുക്കുന്നത്. മിക്കവരും അക്രൈസ്തവരായ കുഞ്ഞുങ്ങളാണ് ഇവിടെയുള്ളത്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ഈശോ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഈശോയുടെ ഈ തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓർത്തുകൊണ്ട് മദർ തെരേസയുടെ ആ ചൈതന്യത്തോടു കൂടി ഞങ്ങളുടെ സ്ഥാപക പിതാക്കന്മാരുടെയും അതേ ചൈതന്യത്തോടും സ്ഥാപക സിദ്ധിയോടും കൂടി ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ വളരെയധികം സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉണ്ടെന്നുള്ള കാര്യം വളരെ പ്രത്യേകമായി ഞാൻ പറയുകയാണ്. രാമനാഥപുരം രൂപതയിലെ പല ഇടവകകളിൽ നിന്നുമായി അനേകർ ഇവിടെ സഹായിക്കാനായി കടന്നു വരാറുണ്ട്. തങ്ങളാൽ കഴിയും വിധം മാസത്തിൻ്റെ ഓരോ ഇടവേളകളിൽ ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിച്ച് കടന്നുപോകുന്നു. ഇതിലൂടെ തങ്ങൾ ശുശ്രൂഷിക്കുന്നത് ഈശോയെ തന്നെയാണ് എന്ന ബോധ്യമാണ് ഇവരെ ഇതിനായി പ്രേരിപ്പിക്കുന്നത്. എൻ്റെ പേര് ഗീത. ഞാൻ കോയമ്പത്തൂർ കുഞ്ഞിമുത്തൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു റിട്ടയർഡ് ബാങ്ക് മാനേജറായിരുന്നു. എന്തെങ്കിലും സോഷ്യൽ സർവീസ് ചെയ്യണമെന്നൊരു ആഗ്രഹത്തിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പള്ളിയിൽ അച്ഛൻ വന്ന് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ സഹായിക്കാൻ വരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സന്തോഷത്തോടെ എല്ലാ മാസം ഒരു ദിവസം ഞങ്ങൾ വരുന്നുള്ളൂ, പോരാ എന്നാലും മദർ തെരേസ പറഞ്ഞമാരിൽ ചെറിയൊരു ഇത് തുടക്കം ആയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയും ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാ പണികളും ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ആ കുട്ടികൾക്കൊന്നും കടിച്ചോളം മാന്താൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ കുളിപ്പിക്കുക, അവരെ വൃത്തിയാക്കുക, അവർക്ക് ഡ്രസ്സ് ഇടുക, പിന്നെ അവരെ ബെഡിങ് മാറ്റുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അലക്കൽ തുടക്കൽ എല്ലാം ഈ ഇതിൽ വന്നിട്ട് സ്ഥാപനത്തിൽ വന്നിട്ട് എന്തൊക്കെ സഹായം അവരാവശ്യപ്പെടുന്നു അതൊക്കെ ഞങ്ങൾ മാസത്തിലൊരിക്കൽ വന്ന് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പോകുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാനത് കരുതുന്നത്. അത് വലിയൊരു സമാധാനമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്കല്ല, നമ്മുടെ ആവശ്യമുള്ളവർക്കല്ല നമ്മൾ പോയി ചെയ്യേണ്ടതെന്ന് ഓർത്തുകൊണ്ട് വരുമ്പോൾ അതിലൊരു വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ അത് വരുന്നത് എങ്ങനെ കാലത്ത് പുലർച്ചയ്ക്ക് കഴിഞ്ഞിട്ട് വരണം അങ്ങനെ ബുദ്ധിമുട്ടുകളായിട്ടൊന്നും തോന്നാറില്ല. എങ്ങനെയെങ്കിലും എത്ര എന്നുള്ളൊരു വാശിക്ക് വരാനായിട്ടുള്ള വലിയൊരു മനസ്സ് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ വരുന്ന ഒരു 4 പേര് വരിക, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്തൊട്ട് എല്ലാ പണികളും ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. പോരാ, ഞങ്ങളുടെ സഹായമൊന്നും പോരാ, ഇവിടെയുള്ളവർ അതിന് മാത്രം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഞങ്ങളെക്കൊണ്ട് ചെറിയൊരു സഹായം മാത്രം ആവുന്നുള്ളൂ ഇത്. പിന്നെ ഇത് കാരണം കൊണ്ട് നമുക്ക് മനസ്സിലൊരു നല്ലൊരു സന്തോഷം. ഈശോയ്ക്ക് വേണ്ടി അവസാന ദിവസങ്ങളിൽ ഈശോ പറയല്ലോ,
ഞാൻ വിശന്നിരുന്നു, ഞാൻ ദാഹമായിരുന്നു, ഞാൻ രോഗിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു അവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കുഞ്ഞുമക്കളെ ഒന്ന് ആദരിക്കാൻ പറ്റുന്നുള്ളൊരു വലിയൊരു സമാധാനം മനസ്സിൽ കിട്ടാറുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ഈ സ്നേഹഭവനം ആരംഭം കൊണ്ടത്. അനേകരുടെ സമർപ്പണ ഫലമായാണ് ഇത് ഉയർന്നു വന്നതും. ഇന്ന് ഇത് അനേകം കുഞ്ഞുങ്ങൾക്ക് അഭയകേന്ദ്രമായി തീർന്നിരിക്കുന്നു. പരസഹായം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഈ മാലാഖ കുഞ്ഞുങ്ങൾക്ക് സ്വർഗമൊരുക്കിയ സമാധാന ഭവനം. ഞാൻ ഫാദർ പോൾ പുലിക്കോട്ടിൽ, രാമനാഥപുരം രൂപത, ആണ്ടിപ്പാളയം, തിരുപ്പൂർ മൗണ്ട് കാർമൽ ചർച്ചിലെ വികാരിയച്ഛനാണ്. ഞങ്ങളുടെ ഇടവക അതിർത്തിയിൽ ഉള്ള സ്ഥാപനമാണ് മദർ തെരേസ പീസ് ഹോം. ഞാനിവിടെ പലപ്പോഴും കടന്നു വരാറുണ്ട്. ഇവിടെ കടന്നു വരുമ്പോഴൊക്കെ എനിക്ക് അനുഭവപ്പെട്ടത് ഇവിടെ ഒരു ക്രിസ്മസിൻ്റെ സമാധാനവും സന്തോഷവുമാണ്. പ്രത്യേകിച്ച് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ്, നമുക്കിവിടുത്തെ കുട്ടികളൊക്കെ ഒരു ദിവസമൊക്കെ സന്തോഷത്തോടൊക്കെ കുളിപ്പിക്കുകയും ശുശ്രൂഷ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ എല്ലാ ദിവസവും ഞാൻ കാണുന്നത് ഇവർ എന്നും സന്തോഷത്തോടു കൂടി കുട്ടികളെ വാരിയെടുക്കുകയും പാട്ടുപാടുകയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയോടുകൂടെ അവരെ കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സുന്ദരമായ ഒരു വലിയൊരു അനുഭവമാണ്. നമ്മൾ ഏത് പ്രതിസന്ധിയുടെ ജീവിതത്തിൽ ഇവിടേക്ക് കടന്നു വരുമ്പോൾ നമ്മളറിയാത്ത ഒരു സന്തോഷവും സമാധാനവും നമുക്കിവിടെ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. തിരുപ്പൂർ ഇടവകയുമായിട്ട് അത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു സ്ഥാപനമാണ് ഈ മദർ തെരേസ പീസ് ഹോം. തിരുപ്പൂർ ഇടവകയുടെ സ്വപ്നവും അധ്വാനവും ഇതിലുണ്ട്. അപ്പോൾ തന്നെ ഇടവക അംഗങ്ങൾ അവരുടെ എല്ലാ പരിപാടികളും, വിവാഹമാകട്ടെ, മാമോദീസയാകട്ടെ, മരിച്ചതിൻ്റെ ഓർമ്മ ദിനങ്ങളാകട്ടെ, ജന്മദിനങ്ങളാകട്ടെ, എല്ലാം മദർ തെരേസ പീസ് ഹോമിലെ ഈ കുഞ്ഞുങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെയുള്ള നല്ല മനസ്സുകളുടെ പങ്കുവയ്ക്കലാണ് ഈ സ്ഥാപനത്തെ ഇതുവരെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഒരു ക്രിസ്മസ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കപ്പെടേണ്ട, ചിന്തിക്കേണ്ട ഒരു ഇടമാണ് മദർ തെരേസ പീസ് ഹോം. ആ പീസ് ഹോം അതിൻ്റെ പേരിൽ തന്നെ ഉള്ള സമാധാനം നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തർക്കും സാധിക്കുക തന്നെ ചെയ്യും. ഇതിന് വലിയ സാമ്പത്തിക സ്രോതസ്സുകളൊന്നും ഇല്ല. ഈ സാമ്പത്തിക സ്രോതസ്സ് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമുക്ക് നല്ല മനസ്സ് തോന്നുമ്പോൾ മദർ തെരേസ പീസ് ഹോമുമായി നമ്മളുടെ സമ്പാദ്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് പങ്കുവയ്ക്കുവാൻ, അതുപോലെ ആരോഗ്യമുള്ള നമ്മളുടെ സമയവും സമ്പത്തും അവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ അല്പസമയം നമ്മൾ കണ്ടെത്തിയാൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ഒരു തവണ നമ്മൾ മദർ തെരേസ പീസ് ഹോമിലേക്ക് കടന്നു വന്നാൽ പിന്നീട് എപ്പോഴും വരുവാനായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. ഒരു സന്തോഷവും സമാധാനവും. അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം ലഭിക്കുന്ന ദിനമാണ്. നമുക്ക് നല്ല മനസ്സ് ഉണ്ടാകുകയും ആ നല്ല മനസ്സ് മദർ തെരേസ പീസ് ഹോമിലെ കുഞ്ഞുങ്ങളോടും അന്തേവാസികളോടൊപ്പം പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളറിയാതെ ഒരു സമാധാനം കടന്നു വരും.